ഹായ് ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് 2025 വേർഷൻ Z900 ആണ്. ഇതിൽ കുറേ മാറ്റങ്ങളുണ്ട്. ലുക്ക് തന്നെ ഫുൾ ടോട്ടലി ന്യൂ ലുക്കിലാണ് വന്നേക്കുന്നത്. ലുക്ക് മാത്രമല്ല കുറേ എക്സ്ട്രാ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതെന്തൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കാം. സോ ഫസ്റ്റ് തന്നെ ഫ്രണ്ടിൽ നോക്കാം. ഫ്രണ്ടിൽ ടോട്ടലി ഹെഡ് ലാമ്പ് ഒരു ന്യൂ ഹെഡ് ലാമ്പ് ആണ് വന്നേക്കുന്നത്. മുമ്പത്തെ വേർഷനെക്കാളും കുറച്ചുകൂടി ചെറിയ ഹെഡ് ലാമ്പ്, കുറച്ചുകൂടി ഷാർപ്പർ ഡിസൈൻ ആണ് വന്നേക്കുന്നത്. അത് കൂടാണ്ട് ഇതിന്റെ ഫ്രണ്ട് കാലിപ്പേഴ്സ് വന്നേക്കുന്നത് റേഡിയലി മൗണ്ടഡ് കാലിപ്പേഴ്സ് ആണ്, നിസിന്റെ കാലിപ്പേഴ്സ് ആണ്. പിന്നെ ഇതിന് വന്നേക്കുന്നത് ഒരു ഇൻലൈൻ 4 എഞ്ചിനാണ്. ഇത് പ്രൊഡ്യൂസിങ് 125 HP ആൻഡ് 98 Nm ഓഫ് ടോർക്ക്. നമുക്ക് എഞ്ചിൻ സൈഡ് അങ്ങനെ മാറ്റങ്ങളൊന്നുമില്ല, സെയിം പ്രീവിയസ് മോഡൽ അതേ എഞ്ചിനാണ്. പിന്നെ ഇപ്പോൾ 6 ആക്സിസ് IMU സെൻസർ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കോർണറിംഗ്, ABS, ക്രൂസ് കൺട്രോൾ അങ്ങനത്തെ കുറച്ച് ഫീച്ചേഴ്സും ഓൾറെഡി നമുക്ക് റൈഡ് ബൈ വയർ ത്രോട്ടിലാണ് ഈ വണ്ടിക്ക് വന്നുകൊണ്ടിരുന്നത്. നെക്സ്റ്റ് ഒരു ബിഗ് ചേഞ്ച് ഇതിന്റെ ടെയിൽ ലാമ്പ് ആണ്. ഒരു ഹോൾ ന്യൂ ലുക്കോടെയാണ് ഈ ഒരു ടെയിൽ ലാമ്പ് വന്നേക്കുന്നത്. അതുകൂടാണ്ട് ഇതിന് അപ്പ് ആൻഡ് ഡൗൺ ക്വിക്ക് ഷിഫ്റ്റർ സ്റ്റോക്ക് തന്നെ ഉണ്ട്. അതുകൂടാണ്ട് 3 ലെവൽ ഓഫ് ട്രാക്ഷൻ കൺട്രോളും ഇപ്രാവശ്യം ഈ ഒരു Z900 അവർ കൊടുത്തിട്ടുണ്ട്. ഒരു 5 ഇഞ്ച് TFT ഡിസ്പ്ലേ കാണാൻ പറ്റും. ഒരു ഹോൾ ന്യൂ ഡിസ്പ്ലേ ആണ് ഇതിൽ കൊണ്ടുവന്നേക്കുന്നത്. അതുകൊണ്ട് ക്രൂസ് കൺട്രോളും സ്റ്റാൻഡേർഡ് ആയിട്ട് ഇതിന് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഡിസ്പ്ലേ മോഡ് 2 മോഡ്സ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് സ്പോർട്ട് മോഡ് ഉണ്ട്, റോഡ് മോഡ് ഉണ്ട്, റെയിൻ മോഡ് ഉണ്ട്. അതുകൂടാണ്ട് നമുക്ക് റൈഡർ മോഡ് ഉണ്ട്. അതിൽ നമുക്ക് കസ്റ്റം ആയിട്ട് നമ്മുടെ പവർ, ലോ പവർ, ഫുൾ പവർ ഇടാം. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ 3 ലെവലിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ക്വിക്ക് ഷിഫ്റ്റർ ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനും ഇതിൻ്റെ അകത്ത് നമുക്ക് കാണാൻ പറ്റും. സോ ഇത്രയൊക്കെ ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടും ഈ ഒരു മോഡലിന് പഴയതിനെക്കാട്ടും വെറും 20,000 രൂപ മാത്രമേ കൂടിയിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഇതിൻ്റെ ഓൺ റോഡ് പ്രൈസ് തന്നെ 12,38,000 റുപ്പീസ് ആണ് ഈ ഒരു Z900 ഓൺ റോഡ് പ്രൈസ് വന്നത്.